ഫ്രണ്ട്സ്, സ്മാർട്ട് അമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബൈക്കിൻ്റെ ബാറ്ററി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശം എന്താണ്, അതിൻ്റെ വർക്കിംഗ് എന്തായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൈക്കിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഇത് ബൈക്കിനൊക്കെ ബുള്ളറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശത്ത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. ഇത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. 14 AH ബാറ്ററിയാണ്. അതേപോലെ തന്നെ 12 വോൾട്ടാണ്. ഈ 12 വോൾട്ട് ബാറ്ററിക്ക് വരുന്നത് 6 സെല്ലുകളായിരിക്കും. 1 2 3 4 5 6 സെല്ലുകൾ ഉണ്ടായിരിക്കും. 6 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇത് പ്ലസ്, അതേപോലെ തന്നെ നെഗറ്റീവ്. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ആനോഡും നെഗറ്റീവ് എന്ന് പറയുന്നത് കാഥോഡുമായിരിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റിക് എന്ന് പറയുന്ന ഡയലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡാണ്. അത് 36 മുതൽ 38% ആയിരിക്കും. ബാക്കി ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും. ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ സൾഫ്യൂരിക് ആസിഡൊക്കെ ആകുമ്പോൾ ഉരുകാണ്ടിരിക്കാനും അതേപോലെ തന്നെ ദ്രവിക്കാണ്ടിരിക്കാനുള്ള പ്രത്യേകതരം മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ 4 വശം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് 14 AH ബാറ്ററി ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 4 കിലോ 4.5 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിലത്തെ നമ്മൾ ഇലക്ട്രോലൈറ്റ്, അത് ബാറ്ററി വാട്ടർ നമ്മൾ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത് ചെറിയ ചാർജ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യാനായിട്ടൊരു ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഹാർഡായതുകൊണ്ട് തന്നെ ഹാക്സ് കൊണ്ട് നല്ല അമർത്തി കട്ട് ചെയ്താൽ തന്നെ കട്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു. ഇത് ഗ്ലാസും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ചേർത്തിട്ടാണ് അതിൻ്റെ ക്യാബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കാരണം കട്ടാൻ കുറച്ച് താമസം പിടിച്ചു. പിന്നെ അതേപോലെ തന്നെ ഉള്ളിലത്തെ ഓരോ സെക്ഷനും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം കൊണ്ട്, അതായത് ഒന്നിച്ച് സെറ്റായിട്ടിരിക്കുന്ന കാരണം കൊണ്ട് എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ട്. ഇതെന്തായാലും കെമിക്കലാണല്ലോ, അപ്പോൾ നമുക്ക് കയ്യിലാവാണ്ടിരിക്കാൻ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഓരോ സെക്ഷനിലും ബാറ്ററി വാട്ടർ ഒഴിക്കാനുള്ള ഇതാണ്, ഹോളുകളാണ് കേട്ടോ ഇത്. ഇതിൽ ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ബാറ്ററി വാട്ടർ ഒഴിക്കുക. ഇത് തുറന്നിട്ടാണ് നമ്മൾ ബാറ്ററി വാട്ടർ ഒഴിക്കുക. ഇതിലൂടെയാണ് ബാറ്ററി വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതായത് ബാറ്ററി ഡ്രൈ ആയി കഴിഞ്ഞാൽ ബാറ്ററി വാട്ടർ നമ്മൾ ഒഴിച്ചിട്ട് ഒന്നുകൂടി ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ ഉൾവശം. ഇതിൽ 6 സെല്ലുകൾ ഉണ്ടായിരിക്കും. ഇതിൽ ഓരോന്നും ഓരോ സെക്ഷനായിട്ടായിരിക്കും വിഭജിച്ചിട്ടുണ്ടാവുക. അതായത് ഇതിന് ഓരോന്നിനും 2 വോൾട്ട് വെച്ചിട്ട് 6 × 2, അതായത് 12 വോൾട്ടാണ് ഇതിൽ വരിക. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് എടുക്കാം. ഇതാണ് ഒരു സെല്ലിൻ്റെ ഉള്ളിലത്തെ സംഭവം. അതായത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. ഇപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷീറ്റുകളും ഇതേപോലെ ചേർത്ത് വെച്ചിട്ടായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ ഇൻസുലേറ്റർ ഉണ്ടായിരിക്കും. ഈ സെക്ഷനിൽ ഈ വെള്ള കളറിൽ കാണുന്ന ഇൻസുലേറ്ററാണ്. ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ്. അതേപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് ഒരു ഇൻസുലേറ്റർ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ കാണുന്നത് നെഗറ്റീവ് സെക്ഷനാണ്, അതായത് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പോഞ്ച് ലെഡ് വെച്ചിട്ടാണ്. അത് നല്ലോണം ഡള്ള് ഗ്രേ, ഇത് ഈ കാണുന്ന പോലെ നല്ലോണം ഡള്ള് ഗ്രേ ആയിരിക്കും ഈ കളറിൽ കാണുന്നത്. ഇത് നെഗറ്റീവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഈ ഷീറ്റ് വരും, അതായത് ഈ ഷീറ്റ് വരും. ഇത് കഴിഞ്ഞിട്ടാണ് പോസിറ്റീവ് വരിക. ഈ പോസിറ്റീവ് വരുന്നത് ലെഡ് ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. ഇതേപോലെ അടുക്കി വെച്ചിട്ടായിരിക്കും ഓരോ സെല്ലുകളും. ഇത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇത് മൈനസ്, അങ്ങനെയുള്ള ലെവലിലായിരിക്കും. ഇത് പ്ലസും മൈനസും ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉൾവശം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഈ പ്ലസും മൈനസും ഓരോന്നും ജോയിൻറ്റ് ചെയ്തിട്ട് അവസാനം ഒന്നിച്ചിട്ടാണ് ഇത് എടുക്കുക. ഇവിടെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ഇതുപോലെ ആയിരിക്കും എല്ലാ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഉള്ളിലും ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ടും കുറയുന്നതിനനുസരിച്ചിട്ടും ഓരോ സെക്ഷൻ കമ്മിയായിരിക്കും. ഇപ്പോൾ 2 വോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം, 2 വോൾട്ടിൻ്റെ ഇല്ല, 6 വോൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 2 3 ഉണ്ടാവുള്ളൂ. 12 ആകുമ്പോൾ 6 വരും. അങ്ങനെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഓരോ സെല്ലുകളും കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയത് ബാറ്ററി വാട്ടറൊക്കെ റീഫിൽ ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. അതായത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അതേപോലെ തന്നെ സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. UPS അങ്ങനത്തുള്ള ചെറിയ ബൈക്കിൻ്റെ ഒക്കെ ബാറ്ററികൾ അങ്ങനത്തെ വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് വെച്ചാൽ ഡ്രൈ സെല്ലായിരിക്കും. കൂടുതലും ഡ്രൈ സെല്ലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.